അപ്പോൾ നമുക്കൊരു സ്പെഷ്യലല്ല നോർമൽ സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കണവക്കറി റോസ്റ്റല്ല, സോറി. അപ്പോൾ ആദ്യം തന്നെ ചീഞ്ചട്ടി സ്റ്റൗവിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിൽ കുറച്ച് വലിയ ഉള്ളി മുറിച്ചിട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി, കുറേ നേരം വഴറ്റി. ശരിക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും, ഉപ്പിട്ട് കഴിഞ്ഞ് അടച്ചു വെച്ചാൽ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് നന്നായിട്ട് വാടി വരുമ്പോൾ തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അതൊരു പരുവമാവുമ്പോൾ അതിലേക്ക് വേണ്ട മസാലകൾ, പൊടികൾ നമ്മൾ ഇടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പൊടികൾ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ പൊടികളേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അത്രയുള്ള വേറൊന്നുമില്ല. അത് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക, ഒന്ന് വേവാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളെ കൂന്തൽക്കുട്ടന്മാരെ ഇടണം, സ്ക്വിഡ്. അതിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൽ തലക്കഷ്ണം കാണുന്നുണ്ടാവും, തൊലി പോവാത്ത. എനിക്ക് തലക്കഷ്ണം നല്ല ഇഷ്ടമാണ്. പിന്നെ തൊലി കളയാനൊന്നും മെനക്കെട്ടില്ല. പിന്നെ അപ്പോൾ അതിട്ട് അടച്ച് വയ്ക്കുക. അടച്ചൊക്കെ റെഡി ഇളക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ച് കഴിഞ്ഞ് കുറച്ച് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. വലിയ വേവൊന്നും ഇല്ലാത്ത മീനാണ് കൂന്തൽ. പിന്നെ നമ്മൾ വേവിക്കും തോറും ഇത് ഹാർഡാവുക ചെയ്യുക, അങ്ങനത്തെ ഒരു മീനാണ്. അപ്പോൾ ഉപ്പുണ്ടോ നോക്കി, ഉണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. മറ്റേ കൂന്തൽ കഷ്ണം എടുത്ത് തിന്ന് നോക്കി, നന്നായിട്ടുണ്ട്. മൈ ഫേവററ്റ് മീനാണ് കൂന്തൽ. അതിലുള്ളൊരു മധുരം, അതാണ് അതിൻ്റെ ഭംഗി, രസം അല്ലേ. നല്ല ടേസ്റ്റ് തരും, ഒരു മധുരമാണ് ഈ മീനിന്. അപ്പം നമ്മുടെ കൂന്തൽ കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. ബൈ.